സൂരജ് സജി തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ശരിയാണ്. സൂരജ്, വെടിപൊട്ടലും ചീറ്റലും ഒക്കെ അവിടെ നടന്നെങ്കിലും കാര്യങ്ങൾ സുഗമമായോ തൃശ്ശൂരിൽ? തൃശ്ശൂർ കോർപ്പറേഷനിലും മേയർ അതോടൊപ്പം തന്നെ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അതാ ഇപ്പോൾ തർക്കത്തിൽ ഏർപ്പെട്ട് നിന്നിരുന്ന ലാലി ജെയിംസ് കൂടി ഇപ്പോൾ ഈ കൗൺസിൽ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ കൂടി മത്സരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അല്പസമയത്തിനകം തന്നെ അതായത് ഇപ്പോൾ ഇതിന്റെ നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അടക്കം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ കോൺഗ്രസിന് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഭരണം നഷ്ടമായത്. അന്ന് കോൺഗ്രസിന്റെ വിമതനായിരുന്ന MK വർഗീസിനെ ഒപ്പം നിർത്തി 5 വർഷം LDF ഭരണം കൈയാളുകയുണ്ടായി. 10 വർഷത്തിനിപ്പുറം ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ആശ്വാസത്തിലായിരുന്നു ഇന്നലെ മേയർ സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ആ ആത്മബലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാവുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ലാലി ജെയിംസിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളും അതോടൊപ്പം തന്നെ പ്രത്യാരോപണങ്ങളും എല്ലാമായി തൃശ്ശൂരിന്റെ കോൺഗ്രസ് രാഷ്ട്രീയം കുഴഞ്ഞു മറിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് DCC പ്രസിഡന്റിനെതിരെയും അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും എല്ലാം ലാലി ജെയിംസ് ഉയർത്തിയിരിക്കുന്നത്. മേയർ സ്ഥാനാർത്ഥിയായി ഈ നിജി ജസ്റ്റിൻ എത്തിയത് പണം വാങ്ങിക്കൊണ്ടാണ്, അല്ലെ പണം നൽകിക്കൊണ്ടാണ് നിജി ജസ്റ്റിൻ മേയർ സ്ഥാനം പിടിച്ചെടുത്തതെന്നുള്ളതാണ് ആരോപണമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെതിരെയും ദീപാദാസ് മുൻഷിക്കെതിരെയും എല്ലാം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ നിർത്തുന്നു. അവരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൂടി ഇപ്പോൾ ഈ ഹാളിലേക്ക് എത്തുന്നു. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന കളക്ടർ എത്തുന്ന സ്ഥിതിക്ക് അതിന്റെ നടപടികളിലേക്ക് കടക്കും. എന്തായാലും നേതാക്കളെ വലിയ രീതിയിൽ ലാലി ജെയിംസ് ഈ അവസാന നിമിഷവും പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. പണം വാങ്ങിയാണ് ഈ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി ലാലിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. അങ്ങനെയെങ്കിൽ തനിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായാൽ നേതാക്കൾക്കെതിരായ പല തെളിവുകളും തന്റെ കയ്യിലുണ്ട്. അത്തരം തെളിവുകൾ പുറത്തുവിടുമെന്ന വെല്ലുവിളി കൂടി ഈ ലാലി ജെയിംസ് ഈ ഹാളിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് മാധ്യമപ്രവർത്തകരോട് നടത്തി. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് അധികാരമേൽക്കുന്ന ദിവസം തൃശ്ശൂരിൽ തർക്കത്തിൽ കലാശിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. സംസ്ഥാനത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. അതിൽ മേയർ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ രാവിലെ, ഡെപ്യൂട്ടി മേയർ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം. വിവിധയിടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.